നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർച്ച നടത്തിയ കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. മണ്ണുത്തി ഹൈവേയിൽ എടപ്പാൾ സ്വദേശിയായ വ്യാപാരിയുടെ 75 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളായ എറണാകുളം സ്വദേശികളായ അബ്ദുൾ ഹക്കീം, സാബു, കളമശ്ശേരി സ്വദേശിയായ നിയാസ്, അങ്കമാലി സ്വദേശിയായ ശ്യാം ആന്റണി, കോട്ടയം സ്വദേശിയായ രാഹുൽ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സാങ്കോക് ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടിയത്. മണ്ണുത്തി ഹൈവേയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ബാംഗ്ലൂരിൽ ട്രാവൽസ് നടത്തിവരുന്ന എടപ്പാൾ സ്വദേശി വാഹനം വിറ്റുകിട്ടിയ 75 ലക്ഷം രൂപയുമായി അദ്ദേഹത്തിന്റെ സ്വന്തം ബസിൽ ബാംഗ്ലൂരിൽ നിന്ന് മണ്ണുത്തിയിൽ വന്നിറങ്ങുകയും സ്വന്തം സ്ഥലമായ എടപ്പാളിലേക്ക് പോകുന്നതിനായി കാർ വെയിറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും പണം അപഹരിച്ച് പ്രതികൾ കടന്നുകളഞ്ഞത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനത്തിലാണ് പ്രതികൾ കൃത്യത്തിനായി എത്തിയത്. തുടർന്ന് പരാതിക്കാരൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തെക്കുറിച്ച് പരാതിപ്പെടുകയും പരാതിക്കനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആമ്പല്ലൂരിൽ പഴയ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ തോട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഏകദേശം 10 അടി നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. പരിസരവാസികളായ ബിജു നാട്ടേക്കാടൻ, സനേഷ് ആമ്പല്ലൂർ, ബാബു ചക്രത്ത് തുടങ്ങിയവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. തുടർന്ന് അളഗപ്പ നഗർ പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ ജീവസുറ്റ ചിത്രങ്ങൾക്ക് മിഴിവേകി വിസ്മയമാവുകയാണ് കയ്പമംഗലത്തെ 10 വയസ്സുകാരൻ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവ്യാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത്. പെരിങ്ങനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവയാൻ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോട് ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത്. ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറും എല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവയാനിലെ ചിത്രപ്രതിഭയുടെ തിളക്കവും കൂടി. കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ 5ാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി. പ്രകൃതി, ക്ഷേത്രകലകൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെറ്റ്സ് തുടങ്ങിയവയെല്ലാം ദേവയാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ. ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചിട്ടില്ലെങ്കിലും ദേവയാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ദേവയാൻ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്.
ചിന്നമ്മുവിന്റെ തങ്കം പോലത്തെ മനസ്സ് മാതൃകയായി. എരുമപ്പെട്ടി ചുങ്കം സ്വദേശിനിയായ അധ്യാപികയ്ക്ക് കളഞ്ഞുപോയ 2.5 പവൻ സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആഭരണം കൈമാറി. മൺപാത്രം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽപ്പനയ്ക്കായി തൃശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു. യാത്രക്കിടയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും 2.5 പവനോളം തൂക്കം വരുന്ന മാല കളഞ്ഞുകിട്ടി. ചിന്നമ്മു ഇത് തന്റെ 2 മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച ചുങ്കം മുല്ലയ്ക്കൽ വീട്ടിൽ പ്രേംസിയുടേതായിരുന്നു മാല. തൃശൂരിലേക്ക് ഒരു യോഗത്തിനായി പോയതായിരുന്നു. രാത്രി മാല അഴിച്ചുവെക്കാനായി തിരഞ്ഞപ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. വെള്ളിയാഴ്ച പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് ചിന്നമ്മു മക്കളോടൊപ്പം എത്തി മാല കൈമാറി. ഒരു മാലയും കമ്മലും ധരിക്കുവാൻ ഏറെ ആഗ്രഹിച്ച ആളായിരുന്നു താനെന്നും നഷ്ടപ്പെട്ടതിന്റെ വേദന തനിക്കേറെ അറിയാവുന്നതാണെന്നും ചിന്നമ്മു പറഞ്ഞു. ചിന്നമ്മുയെ കെട്ടിപ്പിടിച്ച് അധ്യാപികയായ പ്രേംസി തന്റെ സന്തോഷം പങ്കുവച്ചു. വടക്കാഞ്ചേരി SI ഹരിഹര സോനുവും മറ്റ് ഉദ്യോഗസ്ഥരും ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷിയായി. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിൽ തലോർ ദീപ്തി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4-ന് ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ, എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് എന്നിവർ വിശിഷ്ടാതിഥികളാവും. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സന്ദേശം നൽകും. 95 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണുകാടൻ, പ്രധാന അധ്യാപിക റീന K ജോൺ, പബ്ലിസിറ്റി കൺവീനർ ജെനിൽ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.